അവസാനം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പണി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് എന്തൊക്കെ അലവൻസ് ആണ് ഇതിനകത്ത് വയ്ക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴുള്ളൊരു പ്രശ്നം എലക്ഷൻ്റെ മൂഡിലാണ്, എലക്ഷൻ റിസൾട്ട് മൂഡിലാണ് എല്ലാവരും. ഓഫ് മൂഡാണ് എല്ലാവരും. എലക്ഷൻ റിസൾട്ട് വരാനിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. UDF വരുമോ, LDF വരുമോ, NDA പിന്നെ സീറ്റ് പിടിക്കുമോ, കോൺഗ്രസിന് എത്ര, CPM എത്ര, CPIക്ക് എത്ര, BJPക്ക് എത്ര, പിന്നെ 2020 എത്ര, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ BDJSന് എത്ര, ഇങ്ങനെ മുസ്ലിം ലീഗിന് എത്ര, കേരള കോൺഗ്രസിന് എത്ര, മാണി ജയിക്കുമോ, ജോസ് കെ മാണി ജയിക്കുമോ, മുരളീധരൻ തോക്കുമോ, ഇങ്ങനെ പത്മജ ജയിക്കുമോ, രാജീവ് ചന്ദ്രശേഖർ തോക്കും, ഇങ്ങനെ ഒരു ഞാൻ ആളെയും പേര് പറഞ്ഞതല്ല, PV അൻവർ ജയിക്കുമോ, ഇങ്ങനെ വലിയ കൗതുകത്തിൽ നമ്മൾ കിടന്ന് കറങ്ങുകയാണ്. ഈ കൗതുകത്തിനിടയിൽ ശമ്പള പരിഷ്കരണത്തിനുള്ള അടിപൊളി ഓഫീസ് തുടങ്ങി. നല്ല വിശാലമായ കമ്പ്യൂട്ടറുകളും നല്ല അടിപൊളി ഓഫീസാണ് തുടങ്ങിയത്. വളരെ സന്തോഷമുള്ള പൊളിച്ച് തുടങ്ങി. പക്ഷേ നമുക്കറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫിറ്റ്മെൻറ്റ് അലവൻസ് 20% വരെ പോയതാണ്. അത് പിന്നെ കുറഞ്ഞ് 15ആയി, 10ആയി, ഇപ്പോൾ 10ലാണ് നിൽക്കുന്നതെന്നറിയുന്നു. എന്നാണ് എൻ്റെ കറക്റ്റ് എനിക്കറിയില്ല, 10ൽ എത്തിയിട്ടുണ്ട്. എന്തായാലും 50% ഫിറ്റ്മെൻറ്റ് അലവൻസ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഫിറ്റ്മെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ശമ്പള പരിഷ്കരണ സമയത്ത് അതുവരെ കൊടുക്കുന്ന DA, ഇപ്പോൾ കേന്ദ്ര സർക്കാർ 2% DA കൂടെ കൊടുത്തപ്പോൾ 60%. ഇവിടെ അത്ര ആയിട്ടില്ല. ഇവിടെ 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടക്കുന്നതുകൊണ്ടാണ് അത്ര ആകാത്തത്. അവിടെ 10 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന DAയും കൂടി മെർജ് ചെയ്ത് പുതിയ ശമ്പള സ്കെയിൽ ഫിക്സ് ചെയ്യുമ്പോൾ ആ പഴയ ശമ്പള സ്കെയിലും പുതിയ ശമ്പള സ്കെയിലുമായിട്ട് എന്തെങ്കിലും അനാമലി ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ചുടുകല്ല് വെച്ച് ഇങ്ങനെ കെട്ടിപ്പോകുമ്പോൾ ഇടയ്ക്ക് ചാന്തിടും, ചാന്തിലെ സിമെൻറ്റും മണലും ഒക്കെ ചാന്തിടും. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബലം വരെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇരിക്കുന്ന ചുടുകല്ലിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്ന പ്രോസസ്സിനെ, അല്ലെങ്കിൽ ഈ പേ സ്കെയിൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇലമെൻ്റ് ഉണ്ട്, ഒരു കമ്പോണൻ്റ് ഉണ്ട്. ആ പേ സ്കെയിൽ എന്ന് പറയുന്ന കമ്പോണൻറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഒരു അഡീഷണൽ ഒരു എമൗണ്ട് ഇടുന്നതാണ് അത്. പക്ഷേ ഇതിനകത്തുള്ളൊരു കുഴപ്പം, അഡീഷണൽ എമൗണ്ട് എത്രയെന്ന് തീരുമാനിക്കാൻ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അവകാശമുണ്ട്. അവകാശമല്ല, അവരാണ് തീരുമാനിക്കുന്നത്. അത് സർക്കാർ അവരെ സ്വാധീനിക്കുകയും ചെയ്യും. കാരണം ഓരോ ശമ്പള പരിഷ്കരണം വരുമ്പോഴും ഫിറ്റ്മെൻറ്റ് അലവൻസ് ആണ് എത്ര എന്ന് അറിയാനുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സർവീസ് സംഘടനകൾ നിങ്ങൾ കഴിഞ്ഞകാല അനാമലികൾ പറയുന്നത് പോലെ തന്നെ ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്ര വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി മെമ്മോറാണ്ടം കൊടുക്കേണ്ടതാണ്. ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് പിന്നൊന്നും കിട്ടിയില്ല എന്ന് പറയരുത്. 3.2 വേണമെന്നാണ് കേന്ദ്രത്തിൽ യൂണിയൻകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 69,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 26,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കണമെന്ന് അവർ 10 വർഷം മുമ്പേ ആവശ്യപ്പെട്ടപ്പോൾ അത് 18,000 രൂപ ആക്കി കൊടുത്തു. ഇപ്പോൾ 69,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കണമെന്ന് കേന്ദ്രത്തിൽ യൂണിയൻകാർ ആവശ്യപ്പെടുമ്പോൾ അതൊരു 55,000, 56,000 അല്ലെങ്കിൽ 59,000, അതിനകത്ത് 60-ന് താഴെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഡിമാൻഡ് ചെയ്യണം. പിന്നെ രണ്ടാമത് മറ്റൊരു സാധനമുള്ളത്, അത് പലപ്പോഴും ശമ്പള പരിഷ്കരണം നടത്തിയവർ കൊടുക്കുകയും കൊടുക്കാതിരുന്നിട്ടുമുണ്ട്, ഒരു സർവീസ് വെയിറ്റേജ്. അതായത് 5 വർഷം, 10 വർഷം, 20 വർഷം, 30 വർഷം സർവീസ് ആകുമ്പോൾ ആ സർവീസ് വെയിറ്റേജ് എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. അതും എത്ര എന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴും ചിലപ്പോൾ അത് കൊടുക്കുന്നു, ചില ശമ്പള പരിഷ്കരണം സർവീസ് വെയിറ്റേജ് എടുക്കാറില്ല. അങ്ങനെ ഒരു കമ്പോണൻ്റ് എടുക്കാറില്ല, ഫിറ്റ്മെൻറ്റ് അലവൻസിലേക്ക് മാത്രമാണ് പോകുന്നത്. പിന്നെ മറ്റൊരു സംവിധാനം വരുന്നത് പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, HRA എന്താണ്, പിന്നെ DA എത്ര, DA അല്ല TA പാറ്റേൺ ചിലപ്പോൾ മാറ്റും ഓരോ കാലം. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കാനുള്ള എമൗണ്ട്, അതുപോലെ തന്നെ DAയും അത് തന്നെ, DAയും ഡെയിലി കിട്ടുന്ന നമുക്ക് DA ഉണ്ടല്ലോ, ആ DA പിന്നെ യാത്രാ പടിയുടെ ഭാഗമായി കിട്ടുന്ന DA, TA, ഇതിൻ്റെയൊക്കെ എമൗണ്ടിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ലീവ് സറണ്ടറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മെഡിക്കൽ ബെനിഫിറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഹൗസ് അലവൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പിന്നെ പലർക്കും സ്റ്റാഫിനെ വയ്ക്കാം. ഇപ്പം മന്ത്രിമാർക്ക് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി പോലുള്ള വലിയ വലിയ ആളുകൾക്കൊക്കെ, വലിയ പോസ്റ്റിലിരിക്കുന്നവർക്ക് സ്റ്റാഫ് പാറ്റേണൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ ശമ്പള പരിഷ്കരണത്തിൽ വരും. അപ്പോൾ അതിൻ്റെ അനാമലി ഓരോ ശമ്പള പരിഷ്കരണത്തിൻ്റെയും ശാപമെന്ന് പറഞ്ഞാൽ, ശമ്പള പരിഷ്കരണം കഴിഞ്ഞാൽ ചിലർക്ക് വലിയ ശമ്പളം കൂടും, ചിലർക്ക് വല്ലാതെ ശമ്പളം കുറയും. ഈ ബലമുള്ളവർക്കും യൂണിയൻ്റെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനെ സ്വാധീനിക്കുന്ന ടീമിന് വലിയ ശമ്പളം കിട്ടും. പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അല്ലാത്തവർക്ക് ശമ്പളം കുറവായി പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ, ഒരു ഇക്വേഷൻ കൊണ്ടുവരാൻ ഗവൺമെൻറ് ഗൗരവമായി ശമ്പള പരിഷ്കരണ കമ്മീഷൻ ആലോചിക്കണം.
അതുപോലെ തന്നെ കഴിഞ്ഞ 11 ശമ്പള പരിഷ്കരണ കമ്മീഷനിലും 100 കണക്കിന് അനാമലിയുണ്ട്. ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നാൽ അനാമലികളുടെ പ്രളയമാണ്. കാരണം ഓരോ വിഭാഗം ആളുകളും, അത് കണ്ടിൻജന്റ് ജീവനക്കാരാകട്ടെ, പാർട്ട് ടൈംകാരാകട്ടെ, ഫുൾ ടൈംകാരാകട്ടെ, NGOക്കാരാകട്ടെ, ഗസറ്റഡ് ഓഫീസേഴ്സ് ആവട്ടെ, ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥരാകട്ടെ, പിന്നെ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാകട്ടെ, ഇതിലൊക്കെ വളരെ വലിയ വ്യത്യാസമാണ് വരുന്നത്. അത് കൃത്യമായി അനാമലികൾ പരിഹരിച്ചു പോകാൻ ഏറ്റവും മിനിമം അനാമലി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇപ്രാവശ്യത്തെ ശമ്പള പരിഷ്കരണം പോകുമോ എന്നുള്ളതാണ് അടുത്ത് ജീവനക്കാരും പെൻഷൻകാരും ആലോചിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഓട്ടോണമസ് സ്ഥാപനങ്ങളുണ്ട് സംസ്ഥാനത്ത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PSUകളുണ്ട്. ഇവിടെയൊക്കെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെൻറ് ശമ്പള പരിഷ്കരണത്തിൻ്റെ ഉത്തരവിറക്കിയതിന് ശേഷം ഓരോ സ്ഥാപനത്തിലും അവിടുത്തെ ഡയറക്ടർ ബോർഡ് കൂടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി, ഗവേണിംഗ് ബോഡി കൂടി, അവിടെ എല്ലാം ഓരോ തരത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ശമ്പള പരിഷ്കരണം വീണ്ടും നടപ്പിലാക്കുന്നത്. എന്നാൽ ഒരു നിയമം കൊണ്ടുവന്നുകൂടെ, അത് PSUക്കാർക്കും ഓട്ടോണമസുകാർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ശമ്പള പരിഷ്കരണം എല്ലാവർക്കും, സർക്കാരിൻ്റെ എക്സ്ചക്കർ സർക്കാരായിട്ടുള്ള സർക്കാർ ഖജനാവിൽ നിന്ന് ഗ്രാൻഡായിട്ടോ, ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ടോ, വൺ ടൈം ഗ്രാൻഡായിട്ടോ, ഏതെങ്കിലും തരത്തിൽ ഓട്ടോണമസ് സംവിധാനത്തിലോ എങ്ങനെയെങ്കിലും സർക്കാരിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും, വാട്ടർ അതോറിറ്റി ആയാലും ഇലക്ട്രിസിറ്റി ബോർഡ് ആയാലും KSRTC ആയാലും മറ്റ് ഓട്ടോണമസ് സ്ഥാപനങ്ങളായാലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങളായാലും എല്ലായിടത്തേക്കും തത്വത്തിൽ ശമ്പള പരിഷ്കരണം അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു ഓർഡർ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ കൊണ്ടുവരണം. എന്നിട്ട് ഇൻ പ്രിൻസിപ്പിൾ കൊടുക്കാൻ അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ ഓരോ സംഘടനകളും ഓരോ സ്ഥാപനങ്ങളും അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി, അവിടുത്തെ ഗവേണിംഗ് ബോർഡ് കൂടി പിന്നെ അവിടെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യമില്ല. അവർക്കത് റിജക്റ്റ് ചെയ്യാൻ അവസരവും കൊടുക്കരുത്. സാമ്പത്തിക ബാധ്യത മാത്രം നോക്കാൻ, സാമ്പത്തിക ഘടകം മാത്രം നോക്കാനുള്ള ഒരു അവകാശമേ കൊടുക്കാവൂ. പക്ഷേ ഇതിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓരോ സ്ഥാപനങ്ങളും അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അജണ്ട വെച്ച് അവിടെ ചർച്ച ചെയ്ത്, ഗവേണിംഗ് ബോഡി ഉണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്ത്, അഡ്വൈസറി ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്ത്, വീണ്ടും ഗവൺമെൻറ്റിലേക്ക് അയച്ച്, അത് വീണ്ടും ഫിനാൻസിൽ പോയി, എക്സ്പെൻഡിച്ചറിൽ പോയി, പിന്നെ സകലവാര ആളുകളും പോയി, GAD പോയി, അവിടെ സകല ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങി അവസാനം പറയും കൊടുക്കാമെന്ന് പറയും. അപ്പോഴത്തേക്ക് 2 വർഷത്തോളം എടുക്കും, അല്ലെങ്കിൽ 1.5 വർഷം എടുക്കും. ചുരുക്കത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി പിറ്റേ ദിവസം മുതൽ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പീരീഡ് മുതൽ കുറേ അധികം പേർക്ക് കിട്ടുകയും ഒരു നല്ലൊരു ഭാഗത്തിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന വികലമായൊരു സമീപനമുണ്ട്. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം ഓർഡറായി കഴിഞ്ഞാൽ സകല പേർക്കും കൊടുക്കാൻ ഇൻ പ്രിൻസിപ്പിളിൽ തീരുമാനമാവുക. അതിനുശേഷം ഈ ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ അവരുടെ കമ്മിറ്റികൾ കൂടി അവിടെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കുക. പിന്നെ ഗവൺമെൻറ്റിലേക്ക് എഴുതി അത് ഗവൺമെൻറ് വീണ്ടും ഉത്തരവാക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വാർത്ത കൂടി ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയ്താൽ വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസകരമായിരിക്കും. അങ്ങനെ മനുഷ്യർക്ക് ഗുണകരമായ, മനുഷ്യത്വമുള്ള, ആശ്വാസകരമായ, അനാമലികൾ കുറഞ്ഞ, പരമാവധി ആളുകൾക്ക് നല്ല പാക്കേജ് കൊടുക്കുന്ന, കഴിയുമെങ്കിൽ സർവീസ് വെയിറ്റേജും ഈ ഫിറ്റ്മെൻ്റ് അലവൻസും നല്ലതൊക്കെ കൊടുക്കുന്ന പരമാവധി നല്ല ഒരു പാക്കേജിലുള്ള ഒരു ശമ്പള പരിഷ്കരണം വരട്ടെ. അതിനുള്ള പരിപാടികൾ നടക്കുമെന്ന് നമുക്ക് കൃത്യമായി പ്രതീക്ഷിക്കാം.